ഞാൻ ആദ്യമായിട്ടാണ് 10 കൂട്ടം ചമ്മന്തി ഒരുമിച്ച് കഴിക്കുന്നത്. നമ്മുടെ 10 കൂട്ടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംസാരം ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചമ്മന്തി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ 10 കൂട്ടം ചമ്മന്തി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ചമ്മന്തി മതി, നമുക്ക് വയർ നിറച്ച് ചോറുണ്ടാകും. അപ്പം നമുക്ക് ഈ 10 കൂട്ടം ചമ്മന്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാന്താരിമുളക് ചമ്മന്തി, തേങ്ങ ചുട്ട ചമ്മന്തി, പേരയ്ക്ക ചമ്മന്തി, മല്ലിയില ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി, അമ്പഴങ്ങ ചമ്മന്തി, വറ്റൽമുളക് ചമ്മന്തി, ഉള്ളി ചമ്മന്തി, തക്കാളി പൊള്ളിച്ച ചമ്മന്തി, ഇഞ്ചി ചമ്മന്തി. ഈ 10 കൂട്ടം ചമ്മന്തികളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഓരോന്നിനും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം മല്ലിയില ചമ്മന്തി. മല്ലിയില, കാന്താരിമുളക്. ഇപ്പൊ കാന്താരിമുളക് ഇല്ലെങ്കിൽ വീട്ടിൽ പച്ചമുളക് ഉള്ളെങ്കിൽ പച്ചമുളക് മതി. ഇച്ചിരി കൂടുതൽ ടേസ്റ്റ് കാന്താരി ഇടുമ്പോഴാണ്. ഇനി ചെറിയുള്ളി, തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 തുള്ളി നാരങ്ങാനീര്. നമ്മൾ ആദ്യം അരയ്ക്കാൻ പോകുന്ന മല്ലിയില ചമ്മന്തിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അരയ്ക്കാം. നമുക്ക് ആദ്യം ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചെറിയുള്ളി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാന്താരിമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കൊടുത്തൊരു അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് 2-3 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നമുക്ക് ഒതുക്കിയെടുക്കാം. മല്ലിയില ചമ്മന്തി ഇവിടെ റെഡിയായി. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തേങ്ങ ചുട്ട ചമ്മന്തി, 2 കഷ്ണം തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിലിട്ട് ചുട്ട തേങ്ങ ആയാലും നമുക്ക് അടുപ്പിലിട്ട് ചുടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു പാൻ വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 5-6 വറ്റൽമുളക്, അതും ചുട്ടെടുത്തത്, ചെറിയ ഉള്ളി, ഒരല്പം വാളംപുളി, ഉപ്പ്. നമുക്ക് ആദ്യം തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. വറ്റൽമുളക്, ചെറിയുള്ളി, ഉപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരല്പം വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കൊന്നുകൂടെ അരച്ചെടുക്കാം. തേങ്ങ ചുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മൂന്നാമതായി പേരയ്ക്ക ചമ്മന്തി. അധികം മൂക്കാത്ത പിഞ്ച് പേരയ്ക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി, കാന്താരിമുളക്, ഉപ്പ്, തേങ്ങ. നമുക്ക് ആദ്യം പേരയ്ക്ക ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പേരയ്ക്ക ചതച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയും പച്ചമുളകും കാന്താരിമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തേങ്ങായും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പേരയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നാലാമതായി അമ്പഴങ്ങ ചമ്മന്തി. 3 അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പിലിട്ട് വെച്ച അമ്പഴങ്ങയാണ്. ഇപ്പോൾ പച്ചയ്ക്ക് വെച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, കാന്താരിമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഉള്ളി വെച്ച് കൊടുക്കാം. കാന്താരിമുളക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അമ്പഴങ്ങയും കൂടെ അരച്ചെടുക്കാം. ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ഇട്ട് ഒതുക്കിയെടുക്കാം. അമ്പഴങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. 5-മതായി ഇഞ്ചി ചമ്മന്തി. ഇഞ്ചി, കാന്താരിമുളക്, ഉള്ളി, കറിവേപ്പില, ഉപ്പ്, തേങ്ങ. അരയ്ക്കാനായിട്ട് നമുക്ക് ഇഞ്ചി വെച്ച് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഉപ്പ് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം.
ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ഇഞ്ചി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ആറാമതായി വറ്റൽമുളക് ചുട്ട ചമ്മന്തി. അതിനുവേണ്ടി ഒരു 6-7 വറ്റൽമുളക്, തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി മതി, ഉപ്പ്. നമുക്ക് വറ്റൽമുളക്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. വറ്റൽമുളക് ചമ്മന്തി ഇവിടെ റെഡിയായി. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി കാന്താരി മുളക് ചമ്മന്തി. കാന്താരി, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയുള്ളി, ഉപ്പ്, തേങ്ങ, 2-3 തുള്ളി നാരങ്ങാനീര്. കാന്താരി മുളക്, ഇഞ്ചി, ഉള്ളി, ഉപ്പ് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 2 തുള്ളി നാരങ്ങാനീരും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാന്താരി ചമ്മന്തി ഇവിടെ റെഡിയായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. 8ാമതായി ഉള്ളിച്ചമ്മന്തി. ഇവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി അല്ലെങ്കിൽ സവോള ആയാലും മതി. വറ്റൽമുളക്, ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി, അല്പം വാളംപുളി, കറിവേപ്പില, ഉപ്പ്. നമുക്കിനി ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ചെറിയുള്ളി ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിയും വറ്റൽമുളകും എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 അല്ലി വെളുത്തുള്ളി. ഉള്ളിച്ചമ്മന്തിക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആദ്യം വറ്റൽമുളക് ഉപ്പ് ചേർത്തൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ ഉള്ളി, കറിവേപ്പിലയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കാം. ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് കറിവേപ്പില ചമ്മന്തി. കറിവേപ്പില, തേങ്ങ, കാന്താരിമുളക്, ഉപ്പ്, നാരങ്ങാനീര്, ചെറിയുള്ളി. ഇനിയിപ്പോൾ നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. പിന്നെ കറിവേപ്പില കൂട്ടുവാണെങ്കിൽ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. പല രോഗങ്ങൾക്കും ഏറ്റവും വളരെയധികം നല്ലൊരു ചമ്മന്തി. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മൾ ഈ ചമ്മന്തി കൂട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് പച്ചമുളക്, ഉപ്പ്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. 10ാമതായി തക്കാളി പൊള്ളിച്ച ചമ്മന്തി. ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക്, ഒരു സവോള, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഉപ്പ്. ആദ്യം നമുക്ക് തക്കാളി ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി തക്കാളിയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ചെയ്ത്, മീനൊക്കെ പൊരിക്കൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് തക്കാളി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഇതൊന്നും കളയേണ്ട, കാരണം നമ്മൾ തൊലി പൊളിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് കളയാതെ വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവോളയും നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഒരല്പം നേരം നമുക്ക് മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒന്ന് അടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിടാം നമ്മൾ. വെളുത്തുള്ളിയുടെ ആ സവോളയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി അല്ലേ? ഒരുപാട് കരിഞ്ഞു പോകണ്ടല്ലോ. ഇച്ചിരി ആകണം. ഇച്ചിരി നന്നായിട്ട് നമ്മൾ മീനൊക്കെ വറുത്തെന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് നല്ലോണം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും. നല്ല മെറൂൺ കളറിൽ ചമ്മന്തി. ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ സവോളയുടെ ആ നാമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട. കാരണം അത് കട്ട് ചെയ്ത് കളയാണ് ഈ സവോള അല്ലി ഇങ്ങനെ ഓരോന്നായി വിടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് കളയാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് തണുത്ത ശേഷം മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വറ്റൽമുളകും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ വറ്റൽമുളക് കൂടി നമുക്ക് മാറ്റി വെക്കാം. തക്കാളി പൊള്ളിച്ച ചമ്മന്തിക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തക്കാളി പൊള്ളിച്ച ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. നമുക്ക് അതിനുവേണ്ടി തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം വറ്റൽമുളക് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് സവോളയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തക്കാളി പൊള്ളിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ 10 കൂട്ടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അരകല്ലെ അരയ്ക്കാൻ പറ്റിയില്ലേ മിക്സിയിൽ അരച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് നമ്മൾ അരകല്ലെ വെച്ച് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 10 കൂട്ടം ഉണ്ടല്ലോ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിള്ളേരൊക്കെ ഉണ്ട്, ഷിൻസും ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. 10 കൂട്ടം കറികളും അതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചോറാണ്. അപ്പോൾ ഇവർ തന്ന 10 കൂട്ടം ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് 10 കൂട്ടം ചമ്മന്തി ഒരുമിച്ച് കഴിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഏതെങ്കിലും ഒരു ചമ്മന്തി മിക്കവാറും ഉണ്ടാക്കുന്നത് തേങ്ങ ചുട്ടടിച്ചതായിരിക്കും, അല്ലെങ്കിൽ വെറും തേങ്ങാ ചമ്മന്തി ആയിരിക്കും. അപ്പോൾ ബാക്കി ഞാൻ കണ്ടിട്ടില്ല ചമ്മന്തി. ഇപ്പോൾ പേരക്കായുടെ ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല, തക്കാളിയുടെയും പിന്നെ മല്ലിയിലയും കഴിച്ചിട്ടില്ല. ബാക്കി 3 ബാക്കി 7 ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു സമയത്ത് കഴിച്ചിട്ടുള്ളതാണ്. എനിക്കെല്ലാം 10 ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.